ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പതിനഞ്ചാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. പതിനഞ്ചാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ, നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ, വന്നാട്ടെ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. അശ്വിൻ ചേച്ചി സൂപ്പർ. ഇതെന്താണ് ഡ്രസ്സിലൊക്കെ? ഇത് നോക്കൂ, അശ്വിന്റെ ഡ്രസ്. ഇത് അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുനിൽ അങ്കിൾ. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഇതിനു വേണ്ടി ചെയ്തതാ. വാച്ചിന് മാച്ചിങ് ആയിട്ടുണ്ട്. ലക്കി വാച്ച്. ലക്കി വാച്ച്, അത് കെട്ടാണ്ട് പോവില്ല. ശരത് സാറിന്റെ എന്തേ ഈ കളർ വാച്ച്? വിറ്റു. അത് ആകെ കൈമാറിപ്പോയത് എനിക്ക് മാത്രമാണ്. അത് ഞാൻ തിരിച്ചു തന്നു. അത് എവിടെ എന്നിട്ട് പിന്നെ അത് ഇടാറില്ല. 4 വാച്ച് ഉണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വരാം. അടുത്ത ഷെഡ്യൂളിൽ അത് ഇടണം കേട്ടോ. ഓക്കെ ശരത് സാർ. മോനെ സാർ, നല്ല പാട്ട്.
നീ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയൂ. സാർ മൂവി കടത്തനാട്ട് മക്കം, ലിറിക്സ് എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി ദേവരാജ മാഷ്, പാടിയിരിക്കുന്നത് ദാസ് സാർ. മതിയല്ലോ. ഈ പാട്ടെങ്കിലും വിഷ്വല് കണ്ടതാണ്? വിഷ്വല് കണ്ടു. എന്താണ് കണ്ടു? കുറച്ച് എന്തോ ഒരു പാട്ട്, അത് അത്ര ക്ഷമയില്ലേ? റീൽസ് കണ്ട് പറഞ്ഞത് വേണ്ടായിരുന്നു. അതാ സത്യം പറഞ്ഞ് പഠിക്കണം. സത്യത്തിനെ നിന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. കള്ളങ്ങൾ നമ്മൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒരിക്കലും തീരത്തില്ല. സത്യം ഒരു വട്ടം പറഞ്ഞാൽ മതി കേട്ടോ. എപ്പോഴും സത്യം പറയുക. അപ്പൊ ചക്കരെ പഞ്ചാരേ സാർ, നീ നന്നായിട്ട് പാടിയതാ. എനിക്ക് എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരുമോ? തരാം സാർ. കളഭക്കൂട്ടണിഞ്ഞു കൊണ്ട് ഉറക്കമായോ? അതൊന്ന് പാടിത്തരാമോ? കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. അത് കൂടെ വേണം കേട്ടോ. മറ്റേതൊരു കളിപ്പീര് സംഗതി ആയിപ്പോ. പിന്നെ വിരഹത്തിന് ചൂടുണ്ടോ? അത് അവിടെ അത്രയും വിപരാറ്റ വേണ്ട മോനെ. ഇപ്പൊ നീ അടുത്ത നോട്ടിലേക്ക് ഇട്ട് ആട്ടുകയാണെന്ന് തോന്നുന്നു. അതൊന്ന് പാടാമോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിരഹത്തിൻ ചൂടുണ്ടോ, അങ്ങനെ വിരഹത്തിൻ ചൂടുണ്ടോ. ഓക്കെ, അത് ശരിയായിക്കൊള്ളുക. പിന്നെ കളിവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ. അത് അത് മതി കേട്ടോ മോനെ. അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അവിടെ ഒരു ബലപ്പെടുത്തം വേണ്ട. വള്ളം ഒലയും. വള്ളത്തിൽ കയറിയിട്ടുണ്ടോ? എവിടെ നിന്റെ സ്ഥലം? എവിടെ? ചെങ്ങന്നൂർ വെൺമണി. അവിടെ വള്ളം കായലുണ്ടോ? കായലല്ല സാർ, അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശാരങ്ങക്കാവ്. അവിടുന്ന് അപ്പുറം കരയിലേക്ക്, ഇവിടുന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനൊക്കെ വള്ളത്തിലാണ്. ഇപ്പോഴാണ് പാലൊക്കെ വന്നത്. ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞതേ ഇല്ലല്ലോ. ഞങ്ങളെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല അങ്ങോട്ട്? കൊണ്ടുപോവാ, നമ്മൾ മരിക്കും. എനിക്ക് വെള്ളമൊക്കെ പേടിയാണ്. എനിക്കും നീന്തലും അറിഞ്ഞാലും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി മരിക്കാൻ. ചക്കര അതുപോലെ ഇതേ ഉള്ളൂ. ഞാൻ അത്ര കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാം. പിന്നെ ആ ഒരു ചൊലിപ്പും കൂടെ ഉണ്ട് അതിന് എക്സ്ട്രാ. അതേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ നന്നായിരുന്നു. ശ്രുതിയുടെ കാര്യത്തിൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു ചക്കര ഇപ്പൊ പാടുമ്പോ? ശ്രുതി പറ്റിയെന്നാണ് തോന്നുന്നത്. നിനക്ക് എല്ലാം തോന്നലാണ്, എല്ലാം മിഥ്യ, സർവം മായ. നമുക്ക് സ്റ്റഡി ആയിട്ടൊന്ന് പറയാൻ പറ്റണ്ടേ? പറ്റി സാർ. എന്ത് പാടാൻ പറ്റി ശ്രുതിയില്. എന്നാ അവിടെ ഇവിടെ ചേർച്ച കുറവുണ്ടായിരുന്നു. ഓക്കെ സാർ കേട്ടോ. നീന്തി പഠിക്ക്. ഓൾ ദി ബെസ്റ്റ് ചക്കര. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക നന്നായിട്ട് പാടി അശ്വിനെ. താങ്ക് യു സാർ. അശ്വിൻ്റെ വോയിസിന് ഒരു പ്രത്യേക ഫീലാണ്. അത് സോങ് സെലക്ഷൻ അതിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്മാർട്ടായിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഓക്കെ സാർ. ഇതൊക്കെ നല്ല സെലക്ഷൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു ബട്ട് അഗൈൻ സോങ് സെലക്ഷൻ അത് അശ്വിൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഞാൻ വെക്കട്ടെ. ഓക്കെ ശരി. ചേച്ചി അശ്വിൻ മാം നന്നായി പാടി. ആസ് യൂഷ്വൽ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ വാച്ച് ഉള്ളത് കൊണ്ടാണ് പാടുന്നത് എന്നുള്ള അന്ധവിശ്വാസം എടുത്ത് മാറ്റിയേക്കും. അങ്ങനൊന്നുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും കണ്ടു അതിന്റെ വാച്ച് എവിടെ, അതെടുത്ത് കിട്ടുന്നു. അതല്ല, നസലായി പാടുന്നുണ്ട്. നല്ല ശബ്ദമാണ്, മനോഹരമായിട്ട് പാടുന്നുണ്ട്, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട്, ഇനിയും നന്നാവട്ടെ. ഓക്കെ ഡാ, ഗോഡ് ബ്ലെസ് യു. ആനയുടെ ചോദിക്കണോ? പാടിയടാ. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ രസത്തിന്. ഓക്കെ, ഞാൻ ചോദിക്കാം. ഇവിടെ ആർക്കും അതിന്റെ ആൻസർ അറിയില്ല. എനിക്ക് ചോദ്യം തന്നെ അറിയില്ല. ഞാൻ ചോദിക്കാം. ഒരു കാട്ടില് കുറെ ആനകള് മാത്രം, കുറെ ആനകൾ ഉണ്ടായിരുന്നു. ആനകള് മാത്രം കേട്ടാ. അപ്പൊ അവിടെ ഒരു വേട്ടക്കാരൻ വന്നു. അപ്പൊ ആ വേട്ടക്കാരൻ വന്നിട്ട് ആനയെ വെടിവെക്കാനാണ് വന്നേക്കുന്നത്. ഓക്കേ. പക്ഷേ ആ വേട്ടക്കാരൻ വെടിവെച്ചത് ഒരു തത്തമ്മയായിരുന്നു. എങ്ങനെ? തോക്ക് വെച്ച്. കുസൃതി ചോദ്യമാണ്. ആ ഒരു ലോ ലെവലിന്റെ ഈ ആൻസർ കേട്ടിട്ട് കുസൃതി എന്ന് തോന്നിയില്ല. ഇല്ലാത്ത ഡയറക്റ്റ് ആൻസറിങ് അല്ലേ? തത്തയാണ്. ആനയുടെ പേരായിരുന്നോ തത്ത? ആണോ? ഏത് പട്ടിയായിട്ട് ഒരു ആനക്ക് തത്തപ്പാന്റെ പേരിടുന്നേ? ആനക്ക് എന്താ തത്തമ്മാന്ന് പേര്?
പേരിട്ടാ. മഹാബോറായി പോയി. ഇവിടെ ഒരു ഭാഗത്ത് ഗുരുവായൂർ കേശവൻ, നിലമ്പൂർ ഗജേന്ദ്രൻ. നിലമ്പൂർ രാധാകൃഷ്ണൻ. ആ ആനയുടെ പേരെന്താ? ഇതിനൊക്കെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഷാന് ശരത് സാറിന്റെ മാനേജറെ കണ്ടിട്ടുണ്ടോ? എന്താ വിളിക്കുന്ന അറിയോ? വാവാന്ന്. അത് അവനെ ബാബാന്ന് വിടുന്നത് ഫുൾ ടൈം ബാ ബിസി ആയതുകൊണ്ട്. ആനയ്ക്ക് തത്തമ്മ പേരിടാം. ഇല്ലല്ല, ഇടരുത്. ഈ ആനയുടെ പേര് തത്തമ്മന്നായിരുന്നു. ടെക്നിക്കലി ശരിയല്ല, അത് ഓടാണ്. ആ ചോദ്യം നമ്മൾ പിന്നെ തത്തമ്മയ്ക്ക് ഗുരുവായൂർ കേശവൻ ഇടും. അതല്ലേ ഞാൻ ആദ്യം ഇത് കുസൃതി ചോദ്യമാണ്. എന്നാ ഞാൻ തത്തമ്മ അറിയുന്നില്ലല്ലോ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ചോദ്യം സ്പോൺസർഡ് ബൈ ശരത് സാർ ആണോ? അല്ല ഇവള് തന്നെ മണ്ടത്തിലായിട്ടുണ്ടാക്കി. ഇനി എന്റെ 2 മാനേജർമാരുണ്ടല്ലോ, എനിക്ക് ഒരുത്തൻ ഇപ്പൊ ട്രിവാൻഡ്രത്താ. അവന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. അതിന്റെ പേരെന്താന്നറിയാമോ? ബാഹുബലി. കണ്ടോ? അപ്പൊ എന്തുകൊണ്ട് ആനയ്ക്ക് തത്തമ്മന്ന് പേരിട്ടൂടാ? ക്യൂട്ടല്ലേ? ക്യൂട്ട് പേര്. ആനനെ കാണാൻ ക്യൂട്ടല്ലേ? അപ്പൊ നമുക്ക് തത്തമ്മേന്ന് വിളിക്കാലോ. ഗുഡ് ചേച്ചി, സൂപ്പർ. ഇവിടെ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അതിന്റെ ആൻസർ അറിയില്ലായിരുന്നു. ചേച്ചിയാണ് കണ്ടുപിടിക്കും. ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ്. ഓ, ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരാട്ടെ ഇതുപോലത്തെ നല്ല ചോദ്യങ്ങൾ. ശരത് സാർ ഡിസപ്പോയിന്റഡ് ആയോ? സാർ പ്ലീസ് എൻകറേജ് ചെയ്യുമ്പോ ഞാൻ അടുത്ത ചോദ്യങ്ങളായിട്ട് അടിപൊളി. നല്ലതായിരുന്നു. സഹിക്കാൻ പറ്റുന്നു. നിനക്ക് മാർക്ക് വേണ്ടേ? വേണം. ശരത് സാർ 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. അവന് പറ്റത്തില്ല, ഷാനിക്ക സംസാരിക്കാൻ പറ്റില്ല. തത്തമ്മയിലാണോ ബാഹുബലിയിലാണോ ഇപ്പോഴും? ഷാന്റെ പാവം ശബ്ദവും തത്തമ്മന്ന് പേരിട്ട ആന പോലും. എടാ അശ്വിനെ, സാർ 8.9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. വെറുതെ പക്ഷെ ആനയുടെ പേര് തത്തമ്മ ആയതോട് കൂടി ഈ ഷാൻ, അത് നമുക്ക് വേറെ രീതിയിലും ആലോചിക്കാം. ഈ തത്തമ്മ എന്ന് പറയുന്നത് തത്ത എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഡോണ്ട് നോ, അതിന്റെ പേര് തത്ത എന്നാണെങ്കിൽ അത് അതെന്തുകൊണ്ട് തലയെടുപ്പുള്ള തങ്കപ്പൻ ആയിക്കൂടാ? ഒരു ഷോർട്ട് ഫോം ആയിക്കൂടെ തത്ത? ഇനി എന്ത് വേണേ അയക്കും. പോവല്ലേ പോവല്ലേ, please. അയ്യോ സാറേ പോവല്ലേ, അയ്യോ സാറേ പോവല്ലേ. പ്ലീസ് പ്ലീസ് ഇറങ്ങല്ലേ. വാ വാ തിരിച്ചു വാ. മാർക്കടാ വാ. നമുക്ക് പോണ്ടേ? മിഠായി വാങ്ങി തരാം, ഐസ്ക്രീം വാങ്ങി തരാം. സതീഷേട്ടാ, ജഡ്ജസിനോട് കേറിയിരിക്കാൻ പറ. വാ പോണ്ടേ വാ. തലയെടുപ്പുള്ള തങ്കപ്പൻ. ഓക്കെ, അപ്പൊ അശ്വിന്റെ മാർക്സ് ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു മാം. Okay, so total 17.8. യെസ്. Good. All Thank you. the best. Bye. So